അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്ർ നിങ്ങൾ വെറും 129 പ്രാവശ്യം ചൊല്ലിയാൽ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഉറപ്പാണ് നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. ഒരിക്കലും ഈ രാവിനെ നമ്മൾ പാഴാക്കി കളയരുത്. പരിശുദ്ധ ഇസ്ലാം പ്രത്യേകം ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പറഞ്ഞ ഒരു രാവാണ് ഇത്. ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എന്നും വീഡിയോയുടെ കമൻറ്റിലൂടെയും മറ്റുമൊക്കെ ഒരുപാട് ആവലാതികൾ, വേവലാതികൾ, നൊമ്പരങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ, രോഗങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടും ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടും എന്നും വലിയ വേദനയോടുകൂടി ദുആ വസിയത്ത് ചെയ്യുന്നവർ എത്രയോ ആളുകളുണ്ട്. അവരൊക്കെയും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഒരു കാര്യം ഇന്നത്തെ ഈ ദിവസം ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ ഉറപ്പ് തരുകയാണ്, നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരും. നിങ്ങൾ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരാണോ, ആ പ്രയാസം നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഇന്നത്തെ രാവിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഉറപ്പാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. ജീവിതത്തിൽ സമാധാനം ലഭിക്കും. സന്തോഷവും സമാധാനവും റാഹത്തും ബറക്കത്തുമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. കാരണം അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഈ ദിക്ർ ഇന്നത്തെ രാത്രി വെറും 129 പ്രാവശ്യം ചൊല്ലാൻ കുറഞ്ഞ സെക്കൻഡുകൾ, മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയുന്നതേയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നല്ല ആഫിയത്തോടു കൂടിയുള്ള, ആരോഗ്യത്തോടു കൂടിയുള്ള, സന്തോഷത്തോടു കൂടിയുള്ള, സമാധാനത്തോടു കൂടിയുള്ള, രോഗമില്ലാത്ത, സാമ്പത്തിക പ്രയാസമില്ലാത്ത നല്ല ബറക്കത്തുള്ളൊരു ജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ വിജയിപ്പിക്കട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മഹാരഥന്മാർ മുജറബായ അമലായി രേഖപ്പെടുത്തിയ, ഉറപ്പ് പറഞ്ഞ, നമ്മുടെ എന്ത് നല്ല, എത്ര വലിയ ഹലാലായ ആഗ്രഹമാണെങ്കിലും പ്രയാസമാണെങ്കിലും ഉദ്ദേശമാണെങ്കിലും അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടുമെന്ന് മഹാന്മാർ മുജറബായ അമലായി രേഖപ്പെടുത്തിയ ഒരു ദിക്റാണ് പറഞ്ഞു തരുന്നത്. മഹാരഥന്മാർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലൊക്കെ ഈ ഒരു ദിക്ർ നിങ്ങൾ 129 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുആക്ക് ഇജാബത്തുണ്ടാകും. നിങ്ങളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിക്കാൻ കാരണമാകുമെന്ന്. മാത്രമല്ല, മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ നല്ല വിശ്വാസത്തോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി അവൻ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ കാര്യം ചെയ്ത് കിടന്നുറങ്ങിയാൽ നേരം പുലരുമ്പോൾ അവൻ ഒരു സന്തോഷ വാർത്ത കേട്ടിട്ടായിരിക്കും ഉണരുക. ഒരു സന്തോഷത്തിൻ്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടായിരിക്കും അവൻ ഉണരുക എന്ന്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്ർ പഠിക്കുവാനും അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ നിറവേറ്റി തരട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം
അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഈ അനുഗ്രഹ ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിനിടയിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും, ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാകും, ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാകും, ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും, ഒരുപാട് നൊമ്പരങ്ങൾ, വേദനകൾ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സുഖവും സന്തോഷവും നിറഞ്ഞ ഒരു മിശ്രിത ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ ഭൂമി ലോകത്ത് നൽകിയത്. എന്നാൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു സന്തോഷമുള്ള, റാഹത്തുള്ള, നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടി, ഒരു രോഗമില്ലാതെ, ഒരു പ്രയാസമില്ലാതെ നല്ലൊരു ജീവിതമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് പലർക്കും ലഭിക്കുന്നില്ല. പലരും ആഗ്രഹിക്കുന്നത് പോലെയല്ല അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടണമെന്നില്ല. നമ്മൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ടാകും, ഒരുപാട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും. എന്നാൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കാര്യം നടക്കില്ല. എല്ലാം റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഖലാ പോലെ, വിധി പോലെയായിരിക്കും കാര്യങ്ങളുടെ നീക്കങ്ങൾ മുന്നോട്ട് പോകുക, നടക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധി നമുക്ക് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട്, ദുആ ചെയ്തുകൊണ്ട് അത് തിരുത്താം, മാറ്റി എഴുതിക്കാം. നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പല ഉദ്ദേശങ്ങളും പല ആഗ്രഹങ്ങളും നമുക്ക് അത് നിറവേറ്റിത്തരാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നമ്മുടെ ദുആയിലൂടെ അത് നിറവേറ്റിത്തരും. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും, രോഗങ്ങളുള്ളവരുണ്ടാകും, കടങ്ങൾ ഉള്ളവരുണ്ടാകും, വിവാഹം ശരിയാകാത്തവരുണ്ടാകും, സന്താനങ്ങൾ ജനിക്കാത്തവരുണ്ടാകും, സ്വന്തമായിട്ട് വീടില്ല, ഭൂമിയില്ല, ഒരു ജോലിയില്ല, കയ്യിൽ നിത്യചിലവിന് പോലും പണമില്ല, വലിയ പ്രയാസത്തിലാണ്, വലിയ സങ്കടത്തിലാണ്, എന്നും ടെൻഷനോട് കൂടിയാണ് ജീവിക്കുന്നത്, ഒരു നേരവും സമാധാനമില്ല, ജീവിതം തന്നെ മടുത്തുപോയി. ഇങ്ങനെ പ്രയാസപ്പെടുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ എത്ര ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവർ, ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാനുള്ളവർ, ഞാൻ ഈ പറഞ്ഞിരുന്ന ദിക്ർ ഇന്നത്തെ രാവിലെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളിൽ വിധിച്ച പല വിധികളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള വിധിയാക്കി മാറ്റും. കാരണം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു ചെറിയ ആയത്താണ് ഇന്ന് നമ്മൾ ചൊല്ലുന്നത്. ഈ ആയത്ത് ചൊല്ലുന്നതിലൂടെ, ഈ ആയത്ത് 129 പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചോദിക്കുന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നടത്തിത്തരും, നമുക്ക് നിറവേറ്റിത്തരും. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അത് സാധിപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ ഈ ദിക്ർ ഏത് ദിക്റാണെന്നും എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടതെന്നും എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും ഏത് സമയമാണ് ചൊല്ലേണ്ടതെന്നും ഒക്കെ വിശദമായി പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചൊല്ലേണ്ടത് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏത് സമയത്തും നിങ്ങൾക്ക് ചൊല്ലാം. ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ചൊല്ലി തീർക്കണം എന്ന് മാത്രം. വെറും 129 പ്രാവശ്യം ചൊല്ലിയാൽ മതി. മിനിറ്റുകൾ കൊണ്ട് ചൊല്ലി തീർക്കാൻ സാധിക്കും. എന്നാൽ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ഒരേ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ മുഴുവനായിട്ടും ചൊല്ലി തീർക്കണം. അല്ലാതെ ഒരു 20 പ്രാവശ്യം ചൊല്ലി അല്ലെങ്കിൽ ഒരു 50 പ്രാവശ്യം ചൊല്ലി ബാക്കി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചൊല്ലരുത്. നിങ്ങൾ ഒരേ ഇരിപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് വെറും 3 മിനിറ്റൊക്കെ മതി നമുക്ക് ഇത് ഒരേ ഇരിപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് അതേസമയം 129 പ്രാവശ്യം ഇത് ചൊല്ലി തീർക്കാം. ചില ആളുകൾക്ക് അതിനേക്കാൾ വേഗം ചൊല്ലി തീർക്കാൻ സാധിക്കും. അത്രയ്ക്കും ചെറിയൊരു ദിക്റാണ്, ആയത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്,
ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ, എന്ത് ആവശ്യമാണോ, എന്ത് പ്രയാസമാണോ അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അള്ളാഹുവേ, ഈ അമൽ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ആ ഉദ്ദേശം, എൻ്റെ ആ പ്രയാസം ഞാൻ ഉദ്ദേശിച്ചതുപോലെ നീ നടത്തി തരണേ റബ്ബേ എന്ന ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല ഇഖ്ലാസോടു കൂടിയും നല്ല നിയ്യത്തോടു കൂടിയും ഈ കാര്യം നിങ്ങൾ ചെയ്യുക. കാരണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഈ കാര്യം നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല പോസിറ്റീവ് മൈൻഡോടു കൂടിയും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നമുക്ക് ഈ ചെയ്യുന്ന കാര്യത്തിന് എളുപ്പത്തിൽ ഫലം ലഭിക്കും. അത് ഈ കാര്യം എന്നല്ല, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ നല്ല ഇഷ്ടത്തോടു കൂടിയും നല്ല ആത്മാർത്ഥതയോടു കൂടിയും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്കതിൽ വിജയം കിട്ടിയിട്ടുമുണ്ടാകും പല ആളുകൾക്കും. എന്നാൽ മാത്രമേ നമുക്കതിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കാര്യവും അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല ആത്മാർത്ഥതയോടു കൂടിയും നല്ല നിയ്യത്തോടു കൂടിയും നല്ല ഇഖ്ലാസോടു കൂടിയും ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ റബ്ബ് എൻ്റെ കാര്യം, എൻ്റെ പ്രയാസം ഞാൻ ഉദ്ദേശിച്ചതുപോലെ നടത്തിത്തരും എന്ന് നിങ്ങൾ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ. എന്നാൽ അതിന് എളുപ്പത്തിൽ നമുക്ക് ഫലം ലഭിക്കുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ആ ചൊല്ലേണ്ട ദിക്റ് ആയത്ത് പറഞ്ഞു തരാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലെ 58-ാമത്തെ വചനം എല്ലാവർക്കും അറിയാം. ഈ ആയത്ത് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഈ ഒരു ആയത്താണ് നമ്മൾ 129 പ്രാവശ്യം ചൊല്ലേണ്ടത്. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു അത്ഭുത ആയത്താണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്താണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ രാവിൽ, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ആരും ഇല്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് റൂമിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ വെറും 129 പ്രാവശ്യം നല്ല വിശ്വാസത്തോടുകൂടി നല്ല നിയ്യത്തോടുകൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല ഇഖ്ലാസോടുകൂടി നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നിങ്ങൾക്ക് ഹലാലാണെങ്കിൽ ഖൈറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മഹത്തമായ രഹസ്യമായ ഒരു അറിവാണ് ഇത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ രാവിൽ നിങ്ങൾക്ക് ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്ന് ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് 129 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു എളുപ്പത്തിൽ നിറവേറ്റി തരട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും എല്ലാ ഖൈറാത്തുകളും പോർച്ചകളും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാകട്ടെ. രോഗങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും മറ്റു സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടും മറ്റു പ്രതിസന്ധികൾ കൊണ്ടും അപകടങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.